തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 234 നിയമസഭാ മണ്ഡലങ്ങളിലായി 5.67 കോടി വോട്ടർമാരാണ് വിധി എഴുതുന്നത്. വിവരങ്ങളുമായി വൈഷ്ണ പ്രഭാകരൻ ചേരുന്നു. വൈഷ്ണ, ഇന്ന് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. നമുക്കറിയാം, ഈ ഒരു വിജയുടെ അധ്യക്ഷനായ വിജയുടെ ആ ഒരു വോട്ട്, വിജയ് എത്രമാത്രം വോട്ട് പിടിക്കും എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായകം തന്നെയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, 1 മാസം നീണ്ട നാടിളക്കിയുള്ള പ്രചരണത്തിന് ശേഷം തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ 7 മണിയോടെ കൃത്യം ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണി വരെയാണ് നടക്കുക. AIDMK സഖ്യവും DMK സഖ്യവും തമ്മിലാണ് പ്രധാന പോരാട്ടം. പക്ഷേ വിജയുടെ വോട്ടുകൾ നിർണായകമാവും. വിജയ്ക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഈ ഒരു ഇലക്ഷനിൽ നിർണായകമാവും. കാരണം വിജയ് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ കൂടാതെ വിജയ് സ്ഥാനാർത്ഥിയാവുന്ന മണ്ഡലങ്ങൾ മറ്റ് ADMKയ്ക്കും DMKയ്ക്കും ഒരു മത്സരം തന്നെയായിരിക്കും നടക്കുക. 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 4834 സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ ആകെ മത്സരിക്കുന്നത്. 38 ജില്ലകളിലായി 75,032 പോളിംഗ് ബൂത്തുകളാണ് നിലവിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 5,949 അതീവ സുരക്ഷാ ബൂത്തുകളുണ്ട്. ഇതിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 80,000 മുകളിൽ പോലീസുകാരെ ഈ ഒരു സ്ഥലങ്ങളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവർ ചെന്നൈയിലെ SIT കോളേജിലാണ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുക. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി എടപ്പാടിയിൽ വോട്ട് രേഖപ്പെടുത്തും. TVK അധ്യക്ഷൻ വിജയ് നീലാങ്കരയിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക. ഈ 5,67,00,000 വോട്ടർമാരാണ് ഈ ഒരു ഇലക്ഷനിൽ വിധി എഴുതുന്നത്. DMKയുടെ നേതൃത്വത്തിലുള്ള മതേതര പുരോഗമന സഖ്യവും AIDMKയുടെ നേതൃത്വത്തിലുള്ള AMDMK BJP സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. ഇരു മുന്നണികളും വെല്ലുവിളി ഉയർത്തി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള TVKയും മുന്നിലുണ്ട്. അതുപോലെ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സഖ്യം പോരാട്ടത്തിന് ഇറങ്ങുന്നത്. 2ാം വട്ടവും വീണ്ടും ഭരണം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റാലിൻ ഉള്ളത്. അതുപോലെ പ്രധാനമന്ത്രിയെ അടക്കം ഇറക്കി ശക്തമായ പ്രചാരണം നടത്തിയ BJP AIDMK സഖ്യവും ആത്മവിശ്വാസത്തിലാണ്, കടുത്ത ആത്മവിശ്വാസത്തിലാണ്. അവർക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള, ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് AIDMK സഖ്യം. അതേസമയം തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, പെരമ്പൂർ എന്നീ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന വിജയ് തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറും. അതുപോലെ വിജയ പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം. കന്യങ്കം കളറാകുമെന്ന പ്രതീക്ഷയിലാണ് വിജയുമുള്ളത്. ദീപ്തി. ശരി, എന്തായാലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 234 നിയമസഭാ മണ്ഡലങ്ങളിലായി 5.67 കോടി വോട്ടർമാരാണ് ഇന്ന് വിധി എഴുതുന്നത്. ഈ ഒരു കടുത്ത പോരാട്ടത്തിന് സൂചന നൽകി 38 ദിവസം നീണ്ടുനിന്ന പ്രചാരണത്തിന് ശേഷമാണ് തമിഴ്നാട് ഇന്ന് വിധി എഴുതുന്നത്. 234 സീറ്റുകളിലേക്ക് മത്സരരംഗത്തുള്ളത് 4,023 സ്ഥാനാർത്ഥികളാണ്. അതിൽ 5.67 കോടി വോട്ടർമാരാണ് ഇന്ന് വിധി എഴുതുന്നത്. ഭരണ തുടർച്ച ഉറപ്പാണെങ്കിലും ജാഗ്രത പുലർത്തണമെന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വോട്ടെടുപ്പിന്റെ തലേന്ന് വരെ പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവായ എടപ്പാടി പളനിസ്വാമിയും പറയുകയാണ്. ഈ ഒരു ദിവസം താൻ പറയുന്നത് അനുസരിച്ചാൽ അടുത്ത 5 വർഷം വോട്ടർമാർ പറയുന്നത് പോലെ പ്രവർത്തിക്കാമെന്നതാണ് TVK അധ്യക്ഷൻ വിജയ് നൽകുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനമായിരിക്കും BJP ഇത്തവണ നടത്തുകയെന്നും കേന്ദ്ര മന്ത്രി പീയൂഷ് ഗോയലും അവകാശപ്പെടുന്നുണ്ട്. പ്രധാനമായും DMK മുന്നണിയും അണ്ണാ DMKയും BJP സഖ്യവും തമ്മിലാണ് മുഖ്യ മത്സരം നടക്കുന്നതെങ്കിലും ആദ്യമായി തന്നെ ജനവിധി തേടുന്ന വിജയ അധ്യക്ഷനായ TVKയുടെ സാന്നിധ്യം പല മണ്ഡലങ്ങളിലും ഒരു ത്രികോണ മത്സരത്തിന് തന്നെ വഴിവെക്കുന്നുണ്ട്. വൈഷ്ണ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.